അപ്പൊ നമുക്കിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, ക്യാപ്സിക്കം, ഒണിയൻ, ക്യാരറ്റ്, ബീൻസ്, ഗാർലിക്കും ജിഞ്ചറും കുനുകുനാന്ന് അരിഞ്ഞിട്ട് സ്പ്രിംഗ് ഒണിയൻ, അങ്ങനെ എല്ലാം അരിഞ്ഞു വറക്കിയതെടുത്ത് പ്ലേറ്റ് വെച്ചിട്ട് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം, ഉപ്പിടണം, അരി ഇടണം. അരി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 3 മുട്ട ചിക്കി എടുക്കാം. ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് ചിക്കി എടുക്കാം. ഇനി ഷഡേന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാം. ആദ്യമല്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിൾസും ഘട്ടം ഘട്ടമായിട്ടിട്ട് ജസ്റ്റ് ചെറു ചൂടിൽ നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. എഗ് ആഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ കുറച്ച് സോയ സോസ്, ചില്ലി സോസ്, കെച്ചപ്പ്, എന്നിട്ട് പിന്നെ റൈസ് ആഡ് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. ദെൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില തൂകുക. ഇനഫ്. ഇതപ്പോൾ അടച്ചു വെക്കുക. അടുത്ത പരിപാടി ചില്ലി ചിക്കൻ. ഇതുപോലെ ഓരോ വെജിറ്റബിൾസും കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ അശാനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുനുകുനാന്ന് അരിയുക. പിന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ ഓരോ ഐറ്റംസ് അങ്ങോട്ട് ഇട്ട് നമ്മുടെ ചിക്കനെ അങ്ങോട്ട് പെരട്ടി മാറ്റി വെക്കുക. ഒരു 30 മിനിറ്റ് ഇരിക്കണം. അതിൽ കൂടുതൽ ഇരുന്നാലും ബെറ്റർ ആണ്. ബട്ട് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് നമ്മൾ വെക്കണം. 30 മിനിറ്റിന് ശേഷം ആശാനെ പുറത്തെടുക്കുക, എണ്ണ എടുക്കുക, എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് വാരി കോരി മാറ്റി അങ്ങോട്ട് വെക്കുക. ദെൻ വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിൾസും പാനിനകത്ത് ആഡ് ചെയ്യുക. ഇതേപോലെ തന്നെ സോട്ട് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. എന്താണ്? ഒരു ബൗൾ വെള്ളത്തിനകത്ത് കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഈ സ്റ്റേജിൽ നമ്മൾ വെജിറ്റബിൾസിന്റെ കൂടെ അത് ആഡ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുക. മല്ലിയില, സ്പ്രിംഗ് ഒണിയൻ, ഖലാസ്. അങ്ങനെ നമ്മുടെ ഷഡേ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊക്കെ മാറ്റിയിട്ട് കഴിക്കാം. ശരിയേ.